തൃശൂർ അതിരപ്പള്ളിയിലെ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി അട്ടിമറിച്ചെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ നിർണായക ഇടപെടൽ. ചാലക്കുടി മാരാംകോട്ടെ ആദിവാസി കുടുംബങ്ങളെ സന്ദർശിച്ച് മന്ത്രി കെ തുളസി അടിയന്തര പ്രാധാന്യത്തോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മന്ത്രിതല യോഗം ഉടൻ വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സർക്കാർ കൈവിടില്ല എന്നും മന്ത്രി. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ ചാലക്കുടിയിൽ ദുരിതമനുഭവിക്കുന്ന 44 ആദിവാസി കുടുംബങ്ങളെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് മലയാളം തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസവും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ വാർത്തയിൽ മന്ത്രി കെ എ തുളസി, പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ എ തുളസി കാര്യമായ ഇടപെടൽ നടത്തി. മന്ത്രിയുടെ ഓഫീസ് നമ്മളുമായി ബന്ധപ്പെടുകയും ആ വാർത്തയുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഒടുവിൽ മന്ത്രി തന്നെ ഈ ആളുകളെ കാണാൻ നേരിട്ടെത്തിയിരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മന്ത്രി കെ എ തുളസി. ടീച്ചറെ, ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ. എന്താണ് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഒരു നടപടി എന്നുള്ള നിലയിൽ അടുത്ത പ്രതീക്ഷിക്കേണ്ടത്? കാരണം വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. നല്ലൊരു മഴ പെയ്താൽ പോലും ഈ ഷെഡിനകത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്ര തിരക്ക് പിടിച്ചുള്ള തീരുമാനങ്ങളല്ല നമുക്ക് വേണ്ടത്. ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഈ വിഷയത്തിന് വേണ്ടത്. അത് കൃത്യമായിട്ട് മറ്റ് വകുപ്പുകളുമായിട്ട് കൂടിയാലോചിച്ച്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് മിനിസ്റ്ററുമായി കൂടിയാലോചിച്ച് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് വകുപ്പിന് ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉണ്ടാകും. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. സാങ്കേതികമായി വനംവകുപ്പ് ഇതിനെ എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ വനഭൂമി അവർക്ക് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഇതിന് വിട്ടു നൽകാനാകില്ല എന്നുള്ളൊരു നിലപാട് അവർ ഏറ്റവും അവസാനം സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ഈ പെരുമഴയത്ത് ഈ കാടെന്ന് തന്നെ പറയാവുന്ന പ്രദേശത്ത് ടാർപോളിൻ ഷീറ്റുകൾക്ക് അടിയിൽ കഴിയേണ്ടി വരുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്? അതായത് കേരള സർക്കാരിനും വനം വകുപ്പിനും തുറന്ന മനസ്സാണുള്ളത് ഈ വിഷയത്തോട്. ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സർക്കാർ മുൻഗണന കൊടുക്കുക. പ്രത്യേകിച്ച് വനംവകുപ്പ് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏറ്റവും അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം മാത്രമേ ഈ വിഷയത്തിൽ എടുക്കുകയുള്ളൂ. മുൻ സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാരിലെ മുഴുവൻ മന്ത്രിമാരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഒരു അട്ടിമറിക്കപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ചുകൊണ്ട് സ്വന്തം ഭൂമി വിട്ടു നൽകിയ മനുഷ്യരാണ്. വനാവകാശ പ്രകാരം അവർക്ക് കിട്ടിയ ഭൂമി വിട്ടു നൽകിയ മനുഷ്യരാണ് സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിസന്ധിയിലേക്കായത്. അവരേതായാലും കൈവിടില്ല എന്ന് തന്നെ കരുതാം. അവരെടുത്ത തീരുമാനം ആരും അട്ടിമറിച്ചിട്ടില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ദ്രുതഗതിയിൽ എടുക്കുന്ന തീരുമാനം അത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീരുമാനമെടുത്ത ആളുകളാണ്. ഈ സർക്കാരിന്റെ നയം ആരെയും പെരുവഴിയിലേക്ക് തള്ളിയിടില്ല എന്നുള്ള നയമാണ് ഈ സർക്കാരിന് പറയാനുള്ളത്. ഈ പറയുന്ന 44 ആദിവാസി കുടുംബങ്ങളുടെയും പ്രശ്നം ഏറ്റവും വേഗത്തിൽ തന്നെ പരിഹരിക്കുമെന്നാണ് മന്ത്രി കെ എ തുളസി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് മലയാളം വാർത്തയിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായ ഒരു പരിഹാരം കാണാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകളും ആദിവാസി കുടുംബങ്ങളും എല്ലാം തന്നെ. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.